ഹായ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് ഓൾറെഡി ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്നുള്ളത്. അതേപോലെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കാനും നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് നടക്കാനും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതെൻ്റെ പേഴ്സണലി അറിയുന്ന ഒരുപാട് പേർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നതും നന്നായി വെൽ ഡ്രസ്സായിട്ട് ഉള്ള ആ ടൈം തന്നെയാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ആശി എപ്പോഴും പറയുന്ന കാര്യം അത് തന്നെയാണ് കേട്ടോ, നീ ഒന്ന് പെട്ടെന്നൊന്ന് ഒരുങ്ങി ഇറങ്ങുമെന്ന്. ഈവൻ ആശയാണെങ്കിലും നല്ല ഡ്രസ്സിങ്ങും മേക്കപ്പൊക്കെ ചെയ്ത് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഈ ബാഗിനെ കുറിച്ച് പറയാം. ഇത് എൻ്റെ ബാഗിലേക്ക് എനിക്ക് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത ബാഗാണ്. ഇത് വെർസാസി എന്നുള്ള ബ്രാൻഡിൻ്റെ ബാഗാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഫുള്ള് ഒരു പിന്ന് വെച്ച പോലെ കണ്ടോ, ഫുള്ള് പിന്ന് പോലൊരു മോഡലാണ്. ഇവിടെ ഒരു പിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റുകളും ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്റ്റുകളും ബ്രാൻഡുകളും ഏതൊക്കെയാണെന്നുള്ളത് കുറേ ആൾക്കാർ എപ്പോഴും എനിക്ക് നിരന്തരം വരുന്ന ക്വസ്റ്റ്യൻസാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എനിക്ക് പൊതുവേ എൻ്റെ ഫേസ് ജസ്റ്റ് വാഷ് ചെയ്ത് ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ട് ലിപ്സ്റ്റിക്കും കുറച്ച് റൂഷ് ഇട്ടാൽ ഞാൻ ഓക്കെയാണ് പുറത്ത് റെഡി ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫിക്സിയുടെ ഈ ഒരു ബ്ലഷാണ്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയുക, ഒരു ബ്ലഷാണ് കേട്ടോ ഇത് ഫിക്സിയുടെ. അതുപോലെ ഇത് മാക്കിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. സ്മോക്കി എഫക്റ്റ് കൊടുക്കും, നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി കണ്ണിലിട്ട ഒരു സ്മോക്കി എഫക്റ്റാണ് ഇതിന് കിട്ടുന്നത്. അതും ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും കാണുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ജാസ്തി ഏത് ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ബ്രാൻഡ് റോസ്ബെറി എന്നുള്ളൊരു ബ്രാൻഡാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ബ്രാൻഡാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിങ് മാത്രമല്ല, ഇത് ലിപ്പിലിടുമ്പോൾ ഭയങ്കര രസമാണ്. കണ്ടോ, നല്ലൊരു ഭയങ്കര ഒരു പ്ലം ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോസ്ബെറി എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ജെല്ലി ലിപ് ബാം, വളരെ നല്ല സാധനം കേട്ടോ ഇത്. എനിക്ക് കണ്ണെഴുതാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഇതും ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി, അതുവരെ ഞാൻ വേറൊരു ബ്രാൻഡായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് റോസ്ബെറിയുടെ തന്നെയാണ്. ഇത് ഐക്കോണിക് ടൈപ്പാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ണെഴുതാൻ, ഇന്ന് കണ്ണെഴുതിയിട്ടില്ല, പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ണെഴുതാൻ വേണ്ടി പറ്റും. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ഡാർക്ക് ടൈപ്പാണ് കേട്ടോ ഇത്. പിന്നെ അഫ്കോഴ്സ് കോമ്പാക്റ്റും ഒരു ബ്രഷും എപ്പോഴും നമ്മൾ ഫേസൊക്കെ ഒന്ന് ഓക്കെ ആക്കാൻ, ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാനൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഒന്ന് പെട്ടെന്ന്, എനിക്കങ്ങനെ കോമ്പാക്റ്റ് അങ്ങനെ വളരെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഫേസിൽ കോമ്പാക്റ്റ് അപ്ലൈനൊക്കെ ഒന്ന് ഇടണം എന്ന് തോന്നുമ്പോൾ എപ്പോഴും അത് കയ്യിലുണ്ടാവും. എല്ലാവരും ഐബ്രോ ഒരു ബ്ലാക്ക് കളറോണ്ടായിരിക്കും അധികം എഴുതുക. ഐബ്രോ എപ്പോഴും ഇതേപോലെ നല്ല ഭംഗിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഐബ്രോ എഴുതുമ്പോൾ ഒരു ബ്രൗൺ ടൈപ്പ് പെൻസിലോട് വെച്ച് ഐബ്രോ എഴുതാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നമ്മുടെ ഒരുപാട് തിക്നെസ് ആയിട്ട് തോന്നിക്കില്ല, നാച്ചുറൽ ഫീൽ കിട്ടും. അതേപോലെ ഐബ്രോ എഴുതുമ്പോൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. അതിനിതാ ഇതേപോലത്തെ ബ്രഷ് ഉള്ളത് വളരെ നല്ലതാണ്. ഇതുകൊണ്ട് ജസ്റ്റ് ഐബ്രോ ഇങ്ങനെ ടച്ച് ചെയ്ത് നമുക്ക് നല്ല വൃത്തിയിൽ അങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതാകുമ്പോൾ നല്ല വൃത്തിയിൽ അത് ഫേസിലേക്ക് നന്നായിട്ട് സ്മഡ്ജ് ആവും. ഈ ബ്രഷ് അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ കളയാണ്ട് എൻ്റെ മേക്കപ്പ് പൗച്ചിൽ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സാധനമാണ്. അടിപൊളിയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സംഭവം ഇറങ്ങുന്നില്ല തോന്നുന്നു, പക്ഷേ ഇത് അടിപൊളി സാധനമാണ്. അതേപോലെ ഐലൈനർ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോഴും നമ്മളെ ഒരു ഫേവറേറ്റ് നാട്ടിലൊരു ഈ ഐലൈനർ എപ്പോഴും കയ്യിൽ കരുതാറുണ്ട്. ഡാർസലിൻ്റെ എന്താ ഐലൈനർ, നമ്മുടെ നോർമൽ ലിക്വിഡ് ടൈപ്പ് ഓഫ് ഐലൈനർ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണെഴുതിയിട്ട്, കാരണം എൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, നല്ല ഭംഗിയിൽ കണ്ണെഴുതുന്നുണ്ടല്ലോ, ആരാണ് കണ്ണെഴുതുന്നത്? ഞാൻ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ അത് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൊക്കെ എഴുതിയിട്ട് വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ അഫ്കോഴ്സ് ഞാൻ ഇടുന്ന മറ്റൊരു ലിപ്സ്റ്റിക്കിൻ്റെ ബ്രാൻഡാണ് ഓഫീസ് എന്നുള്ളൊരു ബ്രാൻഡ്. അതും വളരെ നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് തീരാറായി കണ്ടോ, നല്ല ഷെയ്ഡാണ്, നല്ലൊരു പിഗ്മെൻറ്റേഷൻ തരുന്നുണ്ട്, നല്ല ഷെയ്ഡാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ലിപ് കളറാണ് കേട്ടോ, ന്യൂഡ് കളറാണ്. പക്ഷേ ഭയങ്കര അടിപൊളിയാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ലിപ്പ് ലൈനർ എപ്പോഴും ഞാൻ ലിപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഫസ്റ്റ് ലിപ്പ് ലൈനർ ഉപയോഗിച്ച് ലിപ്സ്റ്റിക് ഇടുക. ആദ്യം നമ്മൾ ലൈനർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യുക, എന്നിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ആ ലിപ്പ് ഭയങ്കര എന്താ പറയുക, ഒന്നും കൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഫസ്റ്റ് ലിപ്പ് ലൈനർ കൊണ്ട് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന, ഇപ്പോൾ എനിക്ക് തീരെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ലിപ്സ്റ്റിക്കാണ്. മുഖം കഴുകി ലിപ്സ്റ്റിക് ഇട്ടാൽ ഞാൻ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഞാൻ ഒഴിവാക്കാറില്ല. ഇപ്പോൾ എൻ്റെ ഫേവററ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ രണ്ട് സാധനങ്ങളാണ്. ഫിക്സിയുടെ ഈ ബ്ലഷും ഈ ഒരു ലിപ്പും. ഇത് 01 ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. ഇത് പൊളിയാണ്. പൊന്നുസഖി എന്ന് പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ജസ്റ്റ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കിന് കൊടുക്കാം പൊന്നസാക്കി എന്നുള്ള ഇത്. കാരണം ഇതിന് ഓൾമോസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആയതുകൊണ്ട് ഇതെൻ്റെ പൊന്നാണ്, അതുകൊണ്ട് ഇത് പൊന്നസാക്കി. നോർമലി എപ്പോഴും നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ കിടക്കുമ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്ത് കിടക്കുക. പലരും മേക്കപ്പ് അങ്ങനെ അങ്ങ് കിടക്കും, അത് ഫേസിന് ഭയങ്കര പ്രോബ്ലമാണ്, ഫേസ് ഡാർക്കാവും, പിമ്പിൾസ് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. അതേപോലെ ഫേസ് എപ്പോഴും ക്ലീൻ ആയിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് സ്റ്റീമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു നല്ല അടിപൊളി പാക്ക് പറഞ്ഞുതരാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് ജ്യൂസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്യുക, കുറച്ച് ഗോതമ്പ് പൊടിയും ആഡ് ചെയ്യുക, കുറച്ച് കോഫി പൗഡറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഫേസ് എന്ന് പറയുമ്പോൾ എല്ലാവരും മുഖത്ത് മാത്രമാണ് യൂസ് ചെയ്യുക. ഈ കഴുത്തിലേക്ക് ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല പാക്ക്. എപ്പോഴും നമ്മൾ മുഖം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫുൾ ഓഫ് ഏരിയയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് ഫേസിലേക്ക് ഇതാക്കിയിട്ട് ശേഷം ഒരുപാട് ഉണങ്ങരുത്, ലൈറ്റ് ഒന്ന് വലിയുന്ന ടൈപ്പ് ആകുമ്പോൾ നമ്മൾ ഫേസ് ഒന്ന് നനച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത്, അതായത് ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തും ഈ ചുണ്ടിൻ്റെ ഈ അടിഭാഗമൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അവിടെ ബാഡ് കട്ട്സും വൈറ്റ് ഹെയർസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ് നല്ല സോഫ്റ്റ് ആവും, നല്ല വൈറ്റനിങ് ആവും, ഫേസ് നല്ല എന്താ പറയുക ഒരു ബ്രൈറ്റ് ആയിരിക്കും. പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ ഈ പാക്ക് ഇട്ട് പോകുകയാണെങ്കിൽ ഒന്നും കൂടെ ഫേസ് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നോർമലി ഞാൻ ഹെയറിൽ ഇങ്ങനെ സ്ട്രൈറ്റനിങ് അങ്ങനെ ഒന്നും അധികം ചെയ്യാറില്ല. നല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഈ കാച്ചിയ എണ്ണ ഒക്കെ വീട്ടിൽ നിന്ന് കാരണം ദുബായിലെ വെള്ളത്തിൽ പെട്ടെന്ന് മുടി കൊഴിഞ്ഞു പോകും. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന അലുവര, തുളസി, അതേപോലെ കറ്റാർ വാഴ അതൊക്കെ ഇട്ടുള്ള ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ഉമ്മ ഉണ്ടാക്കുന്ന കാച്ചിയ എണ്ണ ഉണ്ട്, അത് യൂസ് ചെയ്യാറുണ്ട്. അത് എപ്പോഴും നമ്മൾ ഹെയറിൽ തേക്കരുത്, എപ്പോഴും ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ തേക്കുക. പിന്നെ എപ്പോഴും ഹെയർ വാഷ് ചെയ്യരുത്, ഒരു ആഴ്ചയിൽ 3-4 വട്ടം വാഷ് ചെയ്താൽ മതി. കാരണം ഒരുപാട് വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാം, അല്ലാണ്ട് എപ്പോഴും വാഷ് ചെയ്താലും മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. വാച്ച് എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്ക് വാച്ച്, സ്പെക്സ് ഒക്കെ ഈവൻ എനിക്കാണെങ്കിലും ആഷിക്കാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വാച്ചിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. അതേപോലെ സ്പെക്സിലും ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് വാങ്ങിച്ച ബൽഗാരിയുടെ സ്നെക്സ് വാച്ചാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ച്. ഞാൻ നോർമലി എല്ലാം യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ ബ്രാൻഡിനോട് ഇഷ്ടമാണ്. എനിക്ക് LV ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ ഫെൻഡി, അതേപോലെ വെർസാസി, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളൊന്നും ഒക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ അതൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആയതുകൊണ്ട് അങ്ങനെ വാങ്ങാറില്ല. നമ്മളെ ബഡ്ജറ്റിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ല ഓഫറും ടൈപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങും, അല്ലാണ്ട് അങ്ങനെ ബ്രാൻഡ് പേഴ്സൺ ഒന്നുമല്ല. ഇപ്പോൾ എൻ്റെ ഫേവററ്റ് പെർഫ്യൂം ഞങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ തന്നെ മേക്ക് ചെയ്യുന്ന സ്കാൻഡിൽ എന്നുള്ള പെർഫ്യൂമാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, ഭയങ്കര നല്ല സ്മെല്ലാണ്, ഒരു പോസിറ്റീവ് വൈബാണ്. കാരണം പെർഫ്യൂം എന്ന് പറയുമ്പോൾ നമ്മളൊരാളെ ഐഡൻറ്റിറ്റിയാണ്. ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ അയാളെ ഓർമ്മ വരിക, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളവിടെ അടയാളപ്പെടുത്തുക. അപ്പോൾ അതിനൊക്കെ പെർഫ്യൂമിന് വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കാൻഡിലിൻ്റെ പെർഫ്യൂമാണ്. ആഷി എപ്പോഴും യൂസ് ചെയ്യുന്നത് 2 Sexy എന്നുള്ളൊരു പെർഫ്യൂമാണ്, മെൻ പെർഫ്യൂം. അത് ഭയങ്കര നല്ല പെർഫ്യൂമാണ് കേട്ടോ. ഈവൻ ആഷി അത് മേക്ക് ചെയ്യാറ്. ഇപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ എല്ലാ പെർഫ്യൂംസും ബ്രാൻഡ് പെർഫ്യൂംസും നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആഷി അത് മേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഷി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പെർഫ്യൂമും ഈ 2 Sexy പെർഫ്യൂമാണ്. അത് പൊള്ളി പെർഫ്യൂമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹാവ് എ നൈസ് ഡേ. ബൈ.